ഞാനൊരിക്കൽ 2000 മാൾവ എക്സ്പ്രസ്സിൽ പഞ്ചാബിലൂടെ യാത്ര ചെയ്യുക. അപ്പോൾ ദൈവാത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു. പഴയ നിയമത്തിലൊരു വാക്യം എൻ്റെ മനസ്സിൽ വന്നു, മനുഷ്യപുത്ര, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പ്രസംഗിക്കണം. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, കേൾക്കാഞ്ഞാൽ ഞാൻ എന്തിനാണ് പ്രസംഗിക്കുന്നത്? അവർ കേൾക്കുകയാണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ട്, നിനക്കും സന്തോഷമുണ്ട്, എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ കേൾക്കാത്തവൻ്റെ അടുത്തിട്ട് പിന്നെയും പോയി പറഞ്ഞിട്ട് കാര്യം എന്താ? അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം, ഒരു കുറ്റവാളിയെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് എനിക്ക് അവൻ്റെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഒരു ജഡ്ജിയും കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാതെ എന്ത് ചെയ്യത്തില്ല? ശിക്ഷ വിധിക്കത്തില്ല. നീ പ്രസംഗിക്കുന്നത് അവർ കേട്ടാൽ നീ അവരുടെ രക്ഷകനായി തീരുകയാണ്. രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു രക്ഷകനാകുന്നത് പോലെയല്ല. ഒരു ജഡ്ജി ഒരിക്കലും രക്ഷകനല്ലല്ലോ. ജഡ്ജി രക്ഷകനോ ശിക്ഷകനോ അല്ല. ജഡ്ജി ആരാണ്? സ്റ്റേറ്റിൻ്റെ പ്രതിനിധി മാത്രമാണ്. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുകയോ ഒരു നിരപരാധിയെ രക്ഷിക്കുകയോ ചെയ്യുന്നത് ജഡ്ജി അല്ല. ശരിക്കും പറഞ്ഞാൽ ആരാണ്? രാഷ്ട്രമാണ്, സ്റ്റേറ്റാണ്. സ്റ്റേറ്റിൻ്റെ പ്രതിനിധി മാത്രമാണ് ആര്? ഒരു ന്യായാധിപൻ. എന്നാലും നമ്മൾ അയാളെ വിളിക്കുമ്പോൾ പൊന്നുടയതെ രക്ഷിക്കണമെന്നൊക്കെ അല്ലേ പറയുന്നത്? എന്തുകൊണ്ടാണ്? അയാളാണത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരാൾ സ്വീകരിച്ചാൽ ഞാൻ അയാളുടെ രക്ഷയെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അയാളുടെ രക്ഷകനാവുകയാണ്. എന്നാൽ അയാളത് തിരസ്കരിച്ചാൽ ഞാൻ അയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം വിധിക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ ന്യായം വിധിക്കുകയാണ്. ഈ വാക്യം എന്നോട് കർത്താവ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എബ്രായ ലേഖനം വായിച്ചപ്പോഴാണ് എനിക്കിതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കുന്നത്. എന്ത്? നോഹ എന്ത് ചെയ്തു? നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. പെട്ടകം തീർത്തത് കൊണ്ട് അവൻ കുടുംബത്തെ രക്ഷിച്ചു. എന്നാൽ അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. ഒരേ പ്രവൃത്തി, ഒരു പെട്ടകം കുടുംബത്തെ രക്ഷിക്കുകയും ലോകത്തെ കുറ്റം വിധിക്കുകയും ചെയ്യാം, അല്ലേ? കുറ്റം വിധിച്ചെന്നുള്ള വാക്ക് തന്നെയാണ് കണ്ടംപ്റ്റ്. കുറ്റം വിധിച്ചു. പല സമയത്തും സുവിശേഷ പ്രസംഗിക്കുമ്പോൾ, സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരും നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹമില്ല, എനിക്കുമില്ല, ദൈവത്തിനുമില്ല. പക്ഷേ റിബല്യസ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് പലപ്പോഴും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ നീതിയെ പ്രസംഗിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാവരും മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ മാനസാന്തരപ്പെടാത്തവരോട് വല്ലതും പറയണോ? വേണം. എന്തിന്? ദൈവത്തെ പ്രതിനിധീകരിച്ച് നിങ്ങൾ അവർക്ക് ഒരു കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദൂത് ഒരു കൂട്ടർക്ക് രക്ഷയുടെ ദൂതും ഒരു കൂട്ടർക്ക് ന്യായവിധിയുടെ ദൂതുമായി തീരുന്നു. പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, ഇവിടെ നോഹ എന്ത് ചെയ്യാണ്? ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടു. അരുളപ്പാട് കേട്ടിട്ട് അവൻ എന്ത് ചെയ്തു? അത് അതുപോലെ തന്നെ അവൻ അനുസരിച്ചു. അപ്പോൾ അരുളപ്പാട് കേൾക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നില്ല. ദൈവത്തെ കാണണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. കേട്ടേച്ച് ഒരു എക്സ്റ്റസി അനുഭവിച്ച് തുള്ളിയേച്ചും ചാടിയേച്ചും വീട്ടിൽ പോയി വേറെ പണി ചെയ്യാനല്ല. എന്തിനാണ് ദൈവം അരുളപ്പാട് നൽകുന്നത്? ദൈവം അരുളപ്പാട് നൽകുന്നത് അത് അനുസരിക്കാൻ വേണ്ടിയാണ്. നോഹയ്ക്ക് ദൈവം അരുളപ്പാട് കൊടുത്തു. അരുളപ്പാട് കൊടുത്തപ്പോൾ മുതൽ അവൻ എന്ത് ചെയ്യാണ്? ആ അരുളപ്പാടിൻ്റെ ആ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് അവനത് ശ്രദ്ധിച്ച് അതനുസരിച്ച് അവൻ ഒരു പെട്ടകം പണിയാണ്. ഇറ്റ് വാസ് പെർഫെക്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് അവൻ അനുസരിച്ചെന്ന് പറയാൻ കാരണം? ഒരു വീട് പണി പോലെയല്ല ഒരു പെട്ടകം പണിയുന്നത്. വീട് പണിയുന്ന ഇച്ചിരി ചരിഞ്ഞിരുന്നാലും ലൈൻ വലിക്കുമ്പോൾ ഇച്ചിരി മാറിയാലും ഒക്കെ അവിടെ ഇരുന്നോളും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല. പിസായിലെ ചരിഞ്ഞ പോലും ഇതുവരെ താഴെ വീണിട്ടില്ല. എത്രയോ വീടുകൾ നമ്മൾ പണിയുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡൊക്കെ ഇരുത്തി പോയിട്ടുണ്ട്, അല്ലേ? പക്ഷേ ഒരു പെട്ടകം അല്ലെങ്കിൽ ഒരു ബോട്ട് അതല്ലെങ്കിൽ ഒരു ഷിപ്പ് പണിയുമ്പോൾ ഈ പണി നടക്കത്തില്ല. മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് താണു പോകും. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഈ വെള്ളത്തിൽ കിടക്കുന്ന ബോട്ട് മില്ലിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടായാൽ ഇതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഓളത്തിൽ എന്ത് സംഭവിച്ചു പോകും? ബാലൻസ് തെറ്റിപ്പോവും, ഇത് താഴെ വീഴും. ശരിയല്ലേ? യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര കൃത്യതയോടുകൂടെയാണ് നോഹ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടത്, എത്ര കൃത്യതയോടുകൂടെയാണ് നോഹ അത് അനുസരിച്ചത്. ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നതായ കാര്യങ്ങൾ അതിൻ്റെ വിശദാംശത്തിൽ യാതൊരു പാളിച്ചകളുമില്ലാതെ അനുസരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നീതിമാന്മാരാകുന്നത്, വിശ്വാസികളായി തീരുന്നത്. ആ വിശ്വാസം അദൃശ്യലോകത്തിൽ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് കേട്ട് അനുസരിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവത്തെ കാണുന്നതും അവൻ്റെ അരുളപ്പാടുകൾ കേൾക്കുന്നതും അവൻ്റെ അരുളപ്പാടുകൾ അണുവിട തെറ്റാതെ നിർവഹിക്കുന്നതുമാണ്, അനുസരിക്കുന്നതുമാണ്. ഒരു വ്യത്യാസമില്ലാതെ അവൻ്റെ കുടുംബത്തെ അവൻ രക്ഷിച്ചു.
ഞാൻ ഈ നോഹയുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് നോഹയുടെ കുഞ്ഞുങ്ങൾ. എന്താണെന്നറിയാമോ? ഇവർ കേട്ടതുപോലെ അല്ലെങ്കിൽ അവർ ചെന്നിടത്തെല്ലാം ഭയങ്കര എംബരാസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ആൾക്കാർ കേട്ടത്. ഇവർ സ്കൂളിൽ പഠിക്കുകയാണെന്ന് വെച്ചു, ഞാൻ ഇന്നത്തെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാം കൂടെ കൂടി ഇരിക്കുമ്പോഴത്തേക്ക് പിള്ളേർ ചോദിക്കും, എടാ നിൻ്റെ അപ്പൻ എന്നാ പണി? വാട്ട് ഈസ് യുവർ ഫാദർ? വാട്ട് യുവർ ഫാദർ ഈസ് ഡൂയിങ്? ചില പറയും എൻ്റെ അപ്പൻ ഡോക്ടറാ, എൻ്റെ അപ്പൻ ബിസിനസ് നടത്തുക, എൻ്റെ അപ്പൻ ഒരു മാടക്കട നടത്തുക, എൻ്റെ അപ്പൻ കൃഷിക്കാരനാണ്. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പറയും. നോഹയുടെ പിള്ളേരോട് പറയും, എടാ നിങ്ങളുടെ അപ്പൻ എന്നാ ജോലി? എന്താ പറയുന്നത്? ഞങ്ങളുടെ അപ്പൻ ഒരു വലിയ കപ്പൽ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ട്. ഇവിടെ കപ്പൽ പണിയാണെങ്കിൽ അത് മെഡിറ്ററേനിയൻ സീയുടെ അടുത്ത് വല്ലോ കാര്യം. എവിടെയാ? കടലിൻ്റെ അടുത്തല്ലേ എന്ത് ചെയ്യേണ്ടത്? കപ്പൽ പണിയുണ്ട്. അല്ല, ഞങ്ങൾ കപ്പൽ പണിയുന്നത് മലയുടെ മുകളിലാണ്. ഇതൊന്നും പരിപാടിയോ? മലയുടെ മുകളിൽ കപ്പൽ പണിയുന്നോ? അതെന്ത് പരിപാടി? ഇവിടെ കടലുള്ളിടത്തല്ലേ കപ്പൽ പണിയുണ്ട്. അത് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു, ഇതങ്ങ് പറഞ്ഞാൽ മതി, അന്നേരം കടൽ ഇങ്ങോട്ട് വന്നോളൂ വന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കടൽ ഇങ്ങോട്ട് വന്നോളൂ വന്നു. അതെങ്ങനെയാടാ? അത് വെള്ളം ഇങ്ങനെ പൊങ്ങും. വെള്ളം മോളിൽ നിന്ന് താഴോട്ട് വീഴുമെന്ന് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു. വെള്ളം മോളിൽ നിന്ന് താഴോട്ട് വീഴുമോ? നിങ്ങളുടെ അപ്പച്ചനോട് ആരാ ഇതൊക്കെ പറഞ്ഞ്? അത് ദൈവം പറഞ്ഞു. ഈ പിള്ളേരോട് പറയും, നല്ല പിള്ളേരെ എന്തോ ചെയ്യാനാ, പക്ഷെ അപ്പന് വട്ടുപിടിച്ചു പോയി. ഒരു ഭ്രാന്തൻ്റെ മക്കൾ എന്ന നിലയിലായിരിക്കും നോഹയുടെ മക്കളെ കൂട്ടുകാരെല്ലാവരും കണക്കാക്കിയതും കളിയാക്കിയതും. പക്ഷേ ഈ മക്കൾക്കൊരു യാഥാർത്ഥ്യം അറിയാമായിരുന്നു. നാട്ടുകാരെന്നാ പറഞ്ഞാലും ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം സംസാരിക്കുന്നുണ്ട്, എൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ടെന്ന് എൻ്റെ മക്കൾക്ക് ബോധ്യമുണ്ടാവുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത്രത്തോളം ഭാഗ്യം വേറെ ഒന്നുമില്ല. എൻ്റെ അപ്പന് ദൈവവുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനുള്ള ആളാണ് എന്നുള്ള ബോധ്യം. ഈ കുഞ്ഞുങ്ങളും കൂടിയാണല്ലോ ഈ പെട്ടകം പണിയുന്നത്. ഈ കുഞ്ഞുങ്ങൾ അപ്പനെ അക്ഷരം പ്രതി അനുസരിച്ചവരാണ്. മോനെ, ഇതിൻ്റെ താഴെ ഫിക്സ് ചെയ്യാനായിട്ട് നീ ഒരു കമ്പ് മുറിച്ചുകൊണ്ട് വാ, ഒരു പലക കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര വേണോ അപ്പച്ച? അത് 40 അടി 7 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 40 അടി 6.25 ഇഞ്ചും കൊണ്ട് മുറിച്ചുകൊണ്ട് വന്നാൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും കാരണവശാൽ മുറിച്ചപ്പോൾ കൂടിപ്പോയാൽ അപ്പൻ അണന്നിട്ട് പറയും, മോനെ ഇത് പറ്റത്തില്ല, വേറെ കൊണ്ടുപോവാ. പിന്നെ അതങ്ങ് വെച്ചാൽ മതി എന്ന് അപ്പൻ മക്കൾ പറഞ്ഞിട്ടില്ല. അതങ്ങ് വെച്ചാൽ മതി, അത് വെച്ചാൽ എന്തോ വരുന്നൊന്ന് കാണട്ടെ എന്ന് ഈ മക്കൾ പറഞ്ഞിട്ടില്ല. അവരൊരിക്കലും റിബല്യസ് ആയിരുന്നില്ല. അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ, അത് നോഹ അനുസരിച്ചായിരുന്നെങ്കിൽ കപ്പൽ മുങ്ങിയേനെ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എൻ്റെ അപ്പനോട് ദൈവം സംസാരിച്ചത് കൃത്യമായി ഞങ്ങളും ചേർന്ന് നിന്ന് പണിയും എന്ന് ഈ 3 കുഞ്ഞുങ്ങൾ തീരുമാനിച്ചതാണ് നോഹയുടെ പെട്ടകം മുങ്ങിപ്പോകാതിരിക്കാനുള്ള കാരണം. ഇന്നും വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇങ്ങനെയുള്ള കുടുംബങ്ങളാണ്. അപ്പനും അമ്മയും മക്കളും ഒരുപോലെ ദൈവശബ്ദത്തെ അനുസരിക്കുന്നതായ കുടുംബങ്ങൾ. അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുമ്പോൾ അനുസരിക്കണമെങ്കിൽ നമ്മളോട് പറയുന്നത് ദൈവമാണ് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. അപ്പം എന്താ പറയുന്നത്? കർത്താവ് എന്താ അപ്പയോട് പറഞ്ഞത്? അതെന്നോട് പറ എന്ന് പറയുന്നതായ മക്കൾ. അങ്ങനെയുള്ള അപ്പനെ മാത്രമേ മക്കൾ അങ്ങനെ വിശ്വസിക്കത്തുള്ളൂ. അപ്പനും അമ്മയും മക്കളും ഒരുപോലെ ഒരു കോസിന് വേണ്ടി ദൈവശബ്ദം കേൾക്കുന്നവരായി, അരുളപ്പാട് അനുസരിക്കുന്നവരായി നിൽക്കുന്ന ഒരു തലമുറയാണ്. അതാണ് നോഹയുടെ പ്രത്യേകത. വിശ്വാസത്താൽ അങ്ങനെ ആ നോഹ ഈ അനുസരണം കൊണ്ട് വിശ്വാസത്താലുള്ള നീതിക്ക്, ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുന്നത് വിശ്വാസത്താലുള്ള നീതിക്ക് ഒരു ഫെയ്ത്ത് ആസ്പെക്റ്റ് ഉണ്ട്. പ്രിയമുള്ളവരെ, നീതി എന്ന് പറയുന്നത് നമ്മൾ ചില നീതി പ്രവൃത്തികളൊക്കെ ചെയ്ത് നീതിമാനാകുന്നതല്ല. നമ്മുടെ ഒരു മാനുഷിക സങ്കല്പം അതാണ്. പാപം ചെയ്ത് പാപിയാകുക, നീതി ചെയ്ത് നീതിമാനാവുക. ഇത് ഹ്യൂമൻ കൺസെപ്റ്റാണ്. അങ്ങനെ പാപം ചെയ്ത് ഒരാൾ പാപിയാവുകയല്ല. എന്തുകൊണ്ടാണ് ഒരാൾ സ്വാഭാവികമായി പാപം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പാപി ആയതുകൊണ്ടാണ് ഒരുത്തൻ പാപം ചെയ്യുന്നത്. നീതിമാനാകുന്നവന് മാത്രമേ നീതി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. മാങ്ങ കായ്ച്ച് ഒരു മരവും മാവായിട്ടില്ല. ഉണ്ടോ? കുറച്ചാളിങ്ങനെ മാങ്ങ ഒക്കെ കായ്ച്ച് പിന്നെ അത് മാവാവുകയാണോ, അതോ മാവായതുകൊണ്ട് മാങ്ങ കായ്ക്കുകയാണോ? അതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഇഫ് യു ആർ എ സിന്നർ, you will commit sin. If you are righteous, you will be a righteous man and he'll do all kind of righteousness. പക്ഷേ വിശ്വാസത്താലാണ് ഇവിടെ നീതിമാനാവുന്നത്. വിശ്വാസത്താലുള്ള നീതി. അതായത് എങ്ങനെയാണ് എനിക്ക് നീതിമാനാകാൻ കഴിയുന്നത്? നീതി ചെയ്ത് കുറച്ചുനാൾ കഴിയുമ്പോൾ എനിക്ക് നീതിമാനാകാൻ പറ്റത്തില്ല. ഞാൻ പാപിയായ ആദാമിൻ്റെ മകനായിരുന്നത് കൊണ്ട് ഞാൻ പാപത്തിൽ, അതുകൊണ്ട്
പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അത് എന്താണ്, അവരുടെ ഫിസിക്കൽ യൂണിയനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. ആദാമിൽ നിന്ന് പകർന്നു കിട്ടിയ പാപത്തിൻ്റെ വിത്തിനെ കുറിച്ച്. അല്ലാതെ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ ഫിസിക്കൽ യൂണിയൻ ഒരു പാപമാണെന്നല്ല അവിടെ പറയുന്നത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫിസിക്കൽ യൂണിയൻ അല്ല അവിടുത്തെ വിഷയം. എന്താണ്, എൻ്റെ മോറൽ സ്റ്റാൻഡേർഡിനെ നിശ്ചയിക്കുന്നത് എൻ്റെ പൂർവ്വപിതാക്കന്മാരിലൂടെ എന്നിലേക്ക് പകർന്നു കിട്ടിയ ജീനുകളിലൂടെ പകർന്നു കിട്ടിയ എൻ്റെ പാപത്തോടുള്ള ആസക്തിയാണ്. സോ ബൈ നാച്ചുറൽ ബർത്ത് ഞാനൊരു സിന്നറാണ്. സ്വാഭാവിക ജനനം കൊണ്ട് ഞാനൊരു പാപിയാണ്. എന്നാൽ വീണ്ടും ജനിക്കുമ്പോൾ നീതിമാനായ യേശുക്രിസ്തുവിൻ്റെ മകനാണ് ഞാൻ. വെൻ ഐ എം ബോൺ അഗെയിൻ I am becoming a child of God, a son of God. ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പുത്രനായിത്തീരുകയാണ്, ദൈവത്തിൻ്റെ മകനായിത്തീരുകയാണ്. നീതിമാനായ ദൈവത്തിൻ്റെ മകനാവുന്നത് കൊണ്ടാണ് എനിക്ക് നീതി ചെയ്യാൻ കഴിയുന്നത് തന്നെ. എങ്ങനെയാണ് ഞാൻ നീതിമാനായ ദൈവത്തിൻ്റെ പുത്രനായിത്തീരുന്നത്? നമ്മൾ വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതൊരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. വി ആർ ബോൺ അഗെയിൻ. ബോൺ അഗെയിൻ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. ഇറ്റ് ഈസ് ആൻ അൺസീൻ റിയാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എന്നാണ് ഒരു സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഉള്ളൊരു തോന്നലല്ല. ഞാനൊരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കാൻ എന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സൈക്കിക് ഒരു കാര്യമല്ല വീണ്ടും ജനനം. വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. വെൻ ഐ ആം ബോൺ അഗെയിൻ ഐ ബിക്കം എ ചൈൽഡ് ഓഫ് ഗാഡ് ഹു ഈസ് റൈച്ചിയസ്. അതുകൊണ്ടാണ് വിശ്വാസത്താലുള്ള നീതിക്ക് എന്ന് പറയുന്നത്. ഞാൻ നീതിമാനാകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ എം ബോൺ അഗെയിൻ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നീതിമാനല്ല. ഞാൻ ആദാമിൽ നിന്ന് ജനിച്ചപ്പോൾ ഞാൻ ഒരിക്കലും നീതിമാനാവുന്നില്ല. എന്നാൽ വെൻ ഐ എം ബോൺ അഗെയിൻ, നീതിമാനായ ദൈവത്തിൻ്റെ, അതുകൊണ്ടാണ് അവൻ്റെ വിത്ത് അവനിൽ ഇരിക്കുന്നു. സി, എൻ്റെ ഉള്ളിലെ സീഡ് എന്ന് പറയുന്നത് ഗോഡ്ലി സീഡാണ്, റൈച്ചിയസ് ആയിട്ടുള്ള സീഡാണ്. അത് ഞാൻ തിരിച്ചറിയണം, അത് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദൃശ്യ ലോകത്തിലാണ് ഈ കാര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതെന്ന്. ലെറ്റ്സ് കം ബാക്ക്. വേഴ്സ് 8, 8ാമത്തെ വാക്യം. അടുത്ത ആളിലേക്ക് നമ്മൾ കയറുകയാണ്. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. നോക്കുക, വിളിക്കപ്പെട്ടാറെ അനുസരിച്ച്. നോഹയുടെ കാര്യത്തിൽ സംഭവിച്ച അതേപോലെ ഉള്ള കാര്യമാണ്. നോഹയോട് ദൈവം സംസാരിച്ചു, അരുളപ്പാട് കിട്ടിയപ്പോൾ അവൻ അനുസരിച്ചു. വിശ്വാസത്താൽ അബ്രഹാമും എന്ത് ചെയ്യാണ്? വിശ്വാസം, അവൻ വിളിക്കപ്പെട്ടു. സെയിം. വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു, കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടാകുന്നു. വിശ്വാസം, അവൻ ദൈവ ശബ്ദം കേട്ടു. ദൈവശബ്ദം കേൾക്കാതെ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. നോഹയ്ക്ക് അരുളപ്പാട് ലഭിച്ചു, അബ്രഹാം ദൈവശബ്ദം കേട്ടു. നോഹ അനുസരിച്ചു, അബ്രഹാമും അനുസരിച്ചു. വിശ്വാസവും അനുസരണവും ചേർന്ന് കിടക്കുകയാണ്. നോഹയുടെ കാര്യത്തിൽ എന്നതുപോലെ അബ്രഹാമിൻ്റെ കാര്യത്തിലും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, ഇതുവരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ച നോഹയെപ്പോലെ ഇതുവരെ അവൻ കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് അവനെ പറഞ്ഞു വിടുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും പറഞ്ഞില്ല. നോഹയോട് സംസാരിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞത് മഴ പെയ്യുമെന്നെങ്കിലും സംസാരിച്ചു കാണും. പക്ഷേ ഇവനോട് പറയാണ് കാം, ഒറ്റ പറച്ചിലേ ഉള്ളൂ, വാ പോകാം. എങ്ങോട്ടെന്നുള്ള ചോദ്യം അവൻ ചോദിച്ചില്ല. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരു വിശ്വാസി അദൃശ്യ ദൈവത്തെ കണ്ടിറങ്ങുമ്പോൾ അവൻ ഇറങ്ങുന്നത് അൺസർട്ടനിറ്റിയിലേക്കാണ്. എവിടേക്ക് പോകുന്നുവെന്നറിയാത്ത അനിശ്ചിതത്വത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. എന്നാൽ അരക്ഷിതത്വത്തിലേക്കല്ല. ഹി ഈസ് കോളിംഗ് യു ടു അൺസർട്ടനിറ്റി, നോട്ട് ഇൻസെക്യൂരിറ്റി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ദൈവം നമ്മളെ വിളിക്കുന്നത് അനിശ്ചിതത്വത്തിലേക്കാണ്, പക്ഷെ ഒരിക്കലും അരക്ഷിതത്വത്തിലേക്കല്ല. മനസ്സിലായോ? ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവം എല്ലാം കാണിച്ചേച്ചല്ല വിളിക്കുന്നത്. നീ ഇറങ്ങ്, വാ എന്നാ പറയുന്നത്. എന്താണ് മുന്നിൽ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാതെയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തെ മാത്രം കണ്ടിറങ്ങത്തുള്ളൂ. എന്തൊക്കെ തരാമെന്ന് പറഞ്ഞിറക്കിയാൽ തരാൻ പോകുന്ന കാര്യങ്ങളെ കണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ യഥാർത്ഥത്തിൽ വിളിക്കുമ്പോൾ എന്ത് തരാമെന്ന് പറഞ്ഞ് ഒരിക്കലും വിളിക്കത്തില്ല. അതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞല്ല വിളിക്കുന്നത്. പൗലോസിനെ കർത്താവ് വിളിച്ചപ്പോൾ പൗലോസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. പക്ഷേ നിനക്ക് ഞാൻ എന്തൊക്കെ തരും എന്ന് പറഞ്ഞല്ല, നീ കുറച്ച് കഴിയുമ്പോൾ സഭയുടെ പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞെന്നല്ല വിളിച്ചത്. അനന്യാസിനോട് സംസാരിക്കുമ്പോൾ അനന്യാസിനോട് ദൈവം പറയാണ്, അവൻ എനിക്ക് വേണ്ടി എത്ര കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവനെ ഞാൻ വിളിച്ചപ്പോൾ അവനെ ഞാൻ സഭയുടെ ഇന്ന ആളാക്കുമെന്നോ ഇന്ന കാര്യങ്ങൾ കൊടുക്കുമെന്നൊന്നും പറഞ്ഞൊന്നുമല്ല പൗലോസിനെ വിളിച്ചത്.